ഈ ഒരു ചാപ്റ്ററിൽ നോക്കാൻ പോകുന്നത് കസറിനെ കുറിച്ചിട്ടാണ്. ബ്ലോക്ക് 4 ഇൽമുൽ മആനി എത്തി. ഇനി ഇൽമുൽ മആനിയിൽ നമ്മൾ കസറിനെ കുറിച്ചിട്ടാണ് ഇതിൽ നോക്കാൻ പോകുന്നത്. യൂണിറ്റ് 1 കസറാണ്. അപ്പോൾ കസർ പറഞ്ഞാൽ ഒരു സാധനത്തെ ചുരുക്കി പറയുന്നതിനാണ് നമ്മൾ കസർ എന്ന് പറയുക. അപ്പോൾ ഒരു കാര്യം ചെയ്തത് ഒരാൾ മാത്രമാണ്, അല്ലെങ്കിൽ ഓൻ മാത്രമാണ് അതെന്ന് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് കസർ അറിയാം. നമ്മൾ കസർ പറയാൻ തന്നെ ചുരുക്കുക എന്നുള്ള ഒരു അർത്ഥമാണ് കസറിൻ്റെ അർത്ഥം. അപ്പോൾ ഒരു സാധനം ചെയ്തത് ഒരാൾ മാത്രമാണെന്ന് പറയാൻ, അല്ലെങ്കിൽ ഒരു 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 ആൾ, ഇപ്പോൾ ഒരു കവി മുഹമ്മദ് എന്ന് പറഞ്ഞ ആൾ മാത്രമാണ്, അപ്പോൾ അങ്ങനത്തെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ കസർ ഉപയോഗിക്കുക. അപ്പോൾ ഇതിൽ നോക്കുന്നത് കസർ, അതേപോലെ എങ്ങനെയൊക്കെ കസർ ചെയ്യുക, അല്ലെങ്കിൽ കസർ സിഫത്ത് എന്താണ്, കസറിൻ്റെ മൗസൂഫ് ഏതാണ്, പിന്നെ കസറുൽ ഹക്കീക്കി, കസറുൽ ഇലാഫി. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ്, സിമ്പിളായിട്ടുള്ളൊരു പാഠമാണ്. ഫസ്റ്റത്തെ ഹെഡിങ് അൽ കസറു ഉസ്ലൂബു മിൻ അസാലിബിൽ ഖബരിയായ ഉസ്ലൂബുകൾപ്പെട്ട ഒരു ഉസ്ലൂബാണ് കസർ എന്നുള്ളത്. വൽ കസറു ലുഅത്തൻ അൽ ഹബ്സു യുക്കാൽ കസറുത്തു ഷെയ്അൻ അല കഥ ഇദ ഹബ്സത്തു അലൈഹി. ലുഅയിൽ ഭാഷാപരമായി കസർ പറഞ്ഞാൽ ഹബസ് എന്നുള്ളതാണ്, തടഞ്ഞു വെക്കുക എന്നുള്ളതാണ്. അതായത് പറയപ്പെടുന്നത് കസറുത്തു ഷെയ്അൻ അല കഥ ഇദ ഹബസ്തു അലൈഹി, ഞാനൊരു സാധനം തടഞ്ഞു വെച്ചു, ഞാനൊരു സാധനം പിടിച്ചു വെച്ചാലൊക്കെ അങ്ങനെ പറയും. വഹുവ ഇസ്തിലാ ആയിട്ട് അതിനെ പറയാം തഖ്സീസു ഷെയ്ഇൻ ബിൽ ആഖിരി ബി തുർക്കിൽ മഖ്സൂസ. ഒരു വസ്തുവിന് എന്താവുക, തഖ്സീസ് ചെയ്യുക, അതായത് സ്പെസിഫൈ ചെയ്യുക. ഒരു സ്പെസിഫൈ ചെയ്യുന്ന ഒരു വഴിയിലൂടെ മറ്റൊരു വസ്തുവിൻ്റെ മേലിൽ ഒരു വസ്തു മാത്രം സ്പെസിഫൈ ചെയ്യുന്നതിനാണ് നമ്മൾ എന്താ പറയുക, കസർ എന്ന് പറയാം. വബിൽ കലിമത്തിൽ ഉഖറ, ഇനി മറ്റൊരു അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഉവ ജാല ഷെയ്ഇൻ മക്സൂറൻ അല ഷെയ്ഇൻ ആഖർ, ഒരു വസ്തുവിനെ മാത്രമാക്കുക മറ്റൊരു വസ്തുവിൻ്റെ മേലിൽ. അപ്പോൾ കുറേ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഒന്ന് മാത്രം ഫോക്കസ് ചെയ്തിട്ട് അത് മാത്രമാണ് എന്നുള്ളത് പറയാം. ഇപ്പോൾ മിസ്ലൻ, അതിൻ്റെ ഉദാഹരണമാണ് ലൗ കുൽത്ത ലാ ഇലാഹ ഇല്ലല്ലാഹു. ഇനി ഈ ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന് പറഞ്ഞാൽ ഫഖദ് ഖസസ്തുൽ ഉലൂഹിയത്തി ബില്ലാഹ്. അപ്പോൾ അവിടെ എന്തായി, ലാ ഇലാഹ, ഒരു ആരാധ്യനുമില്ല, ഇല്ല അള്ളാഹ്, അള്ളാഹു അല്ലാതെ. അപ്പോൾ എല്ലാ ആരാധ്യനും പറഞ്ഞിട്ട് അതിനെ അള്ളാഹുവിൽ മാത്രമാണ് ഇപ്പോൾ ആരാധനക്ക് അർഹൻ, പടച്ചവൻ അള്ളാഹു മാത്രമാണെന്ന് പറയണം. അപ്പോൾ ഇവിടെ എന്താണ്, അള്ളാഹുവിൻ്റെ ഒരു ഏകത്വത്തെയാണ് അവിടെ കാണിക്കുന്നത്. ആ ഒരു ഏകത്വത്തിൻ്റെ മേലാണ് അവിടെ കസറാക്കിയിട്ടുള്ളത്. ഫഖദ് നഫൈതുഹ അമ്മൻ സിവാ, ബാക്കിയുള്ള എല്ലാ ഇലാഹകളും എന്തായി, അത് ഇല്ല എന്നുള്ള രീതിയിലാക്കി. അപ്പോൾ ലാ ഇലാഹ, ഒരൊറ്റൊരു ഇലാഹും ഇല്ല, ഇല്ലല്ലാ, അള്ളാഹു അല്ലാതെ. അപ്പോൾ ആ രീതിയിലുള്ളതാണ്. ഇനി ഹുനാക ബാദു മിനൽ അംസിലത്തിൽ കസറിൻ്റെ ചില ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. ലാ യഫൂസു, ഒരാളും വിജയിച്ചിട്ടില്ല, ഇല്ലാ മുജ്തഹിദുൻ, ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളല്ലാതെ ഒരാളും വിജയിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ എന്താണ്, ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ എന്നുള്ള ഒരു അർത്ഥം കിട്ടി. ഇന്നമൽ മുഅ്മിനൂന, നിശ്ചയമായി മുഅ്മിനീങ്ങൾ എന്നുള്ള ഇഖ്വത്തുൻ, സഹോദരന്മാരാണ്. ഇനി അടുത്ത് ഇയ്യാക്ക ഉഹിബു, ഞാൻ നിന്നെ മാത്രം സ്നേഹിക്കുന്നു എന്ന് പറയാൻ ഇയ്യാക്ക ഉഹിബു. അപ്പോൾ ഞാൻ കുറേ ആൾക്കാരൊന്നും സ്നേഹിക്കുന്നില്ല, ഞാൻ ഒരാളെ മാത്രമാണ് സ്നേഹിക്കുന്നുള്ളത് പറയാനാണ് പറഞ്ഞത്. മാ ഷൗക്കി ബി ഖത്തീബുൻ, ഷൗക്കി എന്നുള്ളത് എന്താണ് ഖത്തീബല്ല, ബൽ ഹുവ ഷാഇറുൻ, അദ്ദേഹം എന്താണ്, ഒരു കവിയാണ്. അപ്പോൾ ഷൗക്കി കവി മാത്രമാണെന്ന് പറയാൻ വേണ്ടി അത് ഉപയോഗിച്ചു. ഇനി തൊറഫൽ അൽ കസരി, കസറിൻ്റെ തൊറഫോൾ ഭാഗങ്ങൾ, ഒരു ജുംലയിൽ കസർ ചെയ്യുമ്പോൾ അതിൽ ഏതൊക്കെ ഭാഗങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. കുൽന ഫീമ തഖദ്ദമ അനൽ കസറ മിൻ അസാലിബിൽ ഖബരിയ, നമ്മളെന്തായി മുമ്പ് പറഞ്ഞത് കസർ എന്നുള്ളത് ഖബരിൻ്റെ ഉസ്ലൂബിൽപ്പെട്ടതാണ്. വലിംതു മിമ്മ സബിക അനൽ ഖബർ ലാ ബുദ്ദ ലഹു മിന റുക്നൈനി വഹുമ അൽ മുസ്നദ് വൽ മുസ്നദിലേ. നമുക്കറിയാം, ഇപ്പോൾ ഒരു ഖബറിൽ 2 ഭാഗങ്ങളുണ്ടാവും, ഒന്ന് മുസ്നദും മറ്റേത് മുസ്നദിലേയും. അതേപോലെ തന്നെ ഫൽ കസറു ഐലൻ ലഹു റുക്കുനാനി, കസറിനും അങ്ങനെ 2 ഭാഗങ്ങളുണ്ടാവും. ഉസമ്മ ഹാദാനി റുക്കുനാനി ഫിൽ ബാബിൽ കസരി തൊറഫൽ കസരി, ഈ ബാബ് കസറിൻ്റെ പാടത്ത് നമ്മൾ ഇതിനെന്ത് പറയും, ഈ 2 റുക്കുനേനെ തൊറഫൽ കസറിൻ്റെ ഭാഗങ്ങൾ എന്ന് പറയും. അൽ കസറു തൊറഫാനി, കസറിന് 2 തൊറഫാണുള്ളത്. ഒന്ന് അൽ മക്സൂർ, ഒന്ന് മക്സൂറാണ്, രണ്ടാമത്തത് മക്സൂർ അലേഹിയാണ്. ഒന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനാണ് കസറാക്കുന്നത്, അത് മക്സൂർ അലൈഹി എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ മേലിലാണ് കസറാക്കുന്നത്, അത്. ഇപ്പോൾ മിസാലൻ കൗലിക്ക, അതിൻ്റെ വാക്ക് പോലെ. ഇപ്പോൾ മാ ഉമറുൻ, ഉമറല്ല, ഇല്ലാ തുബീബുൻ,
ഡോക്ടർ മാത്രമല്ല. അപ്പോൾ ഉമർ ഡോക്ടർ മാത്രമാണെന്ന് പറഞ്ഞ്. അപ്പോൾ ഉസ്ലൂബുൽ കസ്രി യഹ്തവി അലൽ മക്സൂർ അൽ മക്സൂർ അലൈ, ഇതിലെന്താണ് മക്സൂർ അലൈ ഉണ്ട്. അപ്പോൾ ഇതിൽ കലിമത്തുൽ ഉമർ എന്നുള്ളത് എന്താണ് മക്സൂറാണ്. അപ്പോൾ കലിമത്തു തൊബീബ് എന്നുള്ളത് മക്സൂർ അലൈഹിയാണ്. അപ്പോൾ ഉമർ എന്നുള്ള ഒരു സാധനത്തെ എന്തായി തൊബീബിൻ്റെ മേലിൽ മാത്രം, അതായത് ഉമർ ഡോക്ടർ മാത്രമാണ് എന്നുള്ളതാക്കി. ഡോക്ടർ മാത്രമാണെന്ന് പറഞ്ഞില്ല. അപ്പോൾ അതാണ് മക്സൂറുൽ അലൈഹി. ഏതിൻ്റെ മേലിലാണ് നമ്മൾ കസറാക്കുന്നത്, അതാണ് മക്സൂറുൻ അലൈഹി. ഉന കസുർത്തുൽ ഉമർ അല സിഫത്തി തൊബീബി വനഫെയ്ത്ത് അൻഹു ബക്കിയത്ത് സിഫാത്ത്. ഉമറിന് എന്തായി തൊബീബ് എന്നുള്ള ആ ഒരു വിശേഷണം മാത്രം ഉള്ളത് പറഞ്ഞ്, ബാക്കിയുള്ള എല്ലാതും എന്തായി അവിടെ തള്ളി കളഞ്ഞു. അപ്പോൾ ഉമറിന് എഞ്ചിനീയറാണെന്ന് പറയാൻ കഴിയൂല, ഉമർ ടീച്ചറാണെന്ന് പറയാൻ കഴിയൂല, ഉമർ പണിയില്ലാത്ത ആളാണെന്ന് പറയാൻ കഴിയൂല. കാരണം അവിടെ പറഞ്ഞു ഉമർ ഡോക്ടർ മാത്രമാണെന്ന്. ഇനി അടുത്ത് ഇത് നോക്കുകയാണെങ്കിൽ വബിൽ ജുംലത്തിൽ ഉസ്ലൂബിൽ കസ്രി അഹ്തവ മിൻ സലാസ് ഉമൂർ. ഒരു കസറിൻ്റെ ജുംല അതിൽ 3 സാധനങ്ങളുണ്ടാവും. ഒന്ന് മക്സൂർ, നമ്മൾ പറഞ്ഞ് കസർ ചെയ്യണ സാധനം. 2 മക്സൂറിൻ അലൈഹി, കസർ എന്തിൻ്റെ മേലിലാണോ ചെയ്യുന്നത് അത്. പിന്നെ അദാത്തുൽ കസറിൻ്റെ ടൂൾസോൾ. അപ്പോൾ ലാ യഫ്ലഹു ഇല്ലാ മുജ്തഹിദുൻ. അപ്പോൾ മുജ്തഹിദ് അല്ലാതെ ഒരാളും വിജയിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ ഉള്ളത് യഫ്ലഹു എന്നുള്ളത് മക്സൂറാണ്. വിജയിക്കുക എന്നുള്ളത് എന്താക്കി മുജ്തഹിദിൻ്റെ മേലിൽ മാത്രം മക്സൂർ അലൈഹി, മുജ്തഹിദിൻ്റെ മേലിൽ മാത്രമാക്കി. ഇനി വല അതേപോലെ ഇല്ലാന്നുണ്ട്, ഇവിടെ ലാന്നുണ്ട്, പിന്നെ ഒരു ഇല്ലുണ്ട്. അതാണ് അദാത്തുൽ കസർ. അടുത്തത് തുറുക്കുൽ കസറാണ്. കസറിൻ്റെ വഴികൾ എങ്ങനെയൊക്കെ നമുക്ക് കസർ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അടിയുള്ള 2 ഉദാഹരണങ്ങൾ നോക്കാം. ഫാസ മുഹമ്മദ് വിജയിച്ചു. അപ്പോൾ അവിടെ എന്തൊക്കെ അർത്ഥമുണ്ട്? മുഹമ്മദ് ജയിച്ചിക്കണേ, മുഹമ്മദിൻ്റെ ഒപ്പമുള്ള ആൾക്കാർ കുറേ ആൾക്കാർ ജയിച്ചിക്കണം, അവൻ്റെ ക്ലാസ്സിലുള്ള ആൾക്കാർ വിജയിച്ചിക്കണം, അങ്ങനെയൊക്കെ ഉണ്ട്. ഈ രണ്ടാമത്തെ നോക്കുക, മാ ഫാസ ഒരാളും വിജയിച്ചിട്ടില്ല, ഇല്ലാ മുഹമ്മദ് അല്ലാതെ. അപ്പോൾ ആ ക്ലാസ്സിൽ മുഹമ്മദ് മാത്രമാണ് ജയിച്ചത് എന്നുള്ളത് അവിടെ വന്നു. അപ്പോൾ കസർ പറഞ്ഞാൽ തന്നെ എന്താണ് ചുരുക്കുക എന്നുള്ളതാണ്, ഒന്നിൻ്റെ മേലിൽ മാത്രം ചുരുക്കുക. അപ്പോൾ മുഹമ്മദ് മാത്രമാണ് ജയിച്ചിക്കണമെന്ന് പറയാൻ എന്താ പറയേണ്ടത് നമ്മൾ? മാ ഫാസ ഇല്ലാ മുഹമ്മദ്, ഒരാളും ജയിച്ചിട്ടില്ല മുഹമ്മദ് അല്ലാതെ. അപ്പോൾ തെജിദുഹുന അനൽ മിസാലൈനി ജുംലത്താനി ഫിയലത്താനി വന്നഹുമ യുഫീദാനി മാന ഫൗസുൽ മുഹമ്മദ്. ഈ 2 ജുംലകളും എന്താണ് മുഹമ്മദ് ജയിച്ചതിൻ്റെ മേലിൽ അറിയിക്കുന്നുണ്ട്. ഇല്ല അന്നൽ മിസാൽ സാനി. പക്ഷേ രണ്ടാമത്തെ ഉദാഹരണം എന്നുള്ളത് യുഫീദു തഖ്സീസു സിഫത്തുൽ ഫൗസുൽ മുഹമ്മദി വബി കസിരിഹ അല മുഹമ്മദിൻ ബി ഹൈസുല യതഅദ്ദു ഇല്ലാഹിറും. രണ്ടാമത്തെ ജുംല മുഹമ്മദ് മാത്രമാണ് ജയിച്ചതിൻ്റെ മേലിൽ അറിയിക്കുന്നത്, അതായത് മറ്റുള്ള ആരും ജയിച്ചിട്ടില്ല എന്നുള്ളതും കൂടി അതിൻ്റെ മേലിൽ അറിയിക്കുന്നുണ്ട്. അമല്ലദി ഇതല്ല അല ആദി തഖ്സീസി ഇന്ദൽ ഫഹസിൽ തജിദു അന്ന സിയാദ് വമാ വഇല്ലാ ഫി മിസാലി സാനി അല്ലത്തി അൻസബത്ത് മീന തഖ്സീസിൻ. അപ്പോൾ രണ്ടാമത്തെ ജുംലയിൽ എന്തായി ഒരു മായും ഒരു ഇല്ലയും ചേർന്ന് വന്നു. അപ്പോൾ അങ്ങനെ ചേർന്ന് വന്നപ്പോൾ എന്തായി അത് മുഹമ്മദിനെ മാത്രം, അതായത് മാ ഫാസാന്ന് ഒരാളും ജയിച്ചിട്ടില്ല ഇല്ല മുഹമ്മദ് എന്നുള്ള അത് വന്നു. അപ്പോൾ ആ മായും ഇല്ലയും അതാത്ത് കയറി വന്നപ്പോൾ അത് മുഹമ്മദിൻ്റെ മേലിൽ മാത്രം വിജയത്തെ എന്തായി ചുരുക്കി. ഫൗനാക കസീറും പിന്നെ തുർക്കലിൽ ഹുസൂലിൽ അല മാന തഖ്സീസി വൽ കസർ. തഖ്സീസും കസറും ചെയ്യാൻ ഇനിയും ഇവിടെ ഒരുപാട് വഴികളുണ്ട് നമുക്ക്. യുംകിൻ ഹുസൂലി അല ഉസ്ലൂബിൽ കസ്രി ബി തുർക്കിൻ കസീൻ വസായിൽ അദീദ്. ഒരുപാട് വഴിയിലൂടെ നമുക്ക് എന്താവുക അങ്ങനെ കസർ ചെയ്യാൻ കഴിയും. അതിൽ വഷ്ഹറു അർബാത്തും വഹിയ കമായല്ലി, അതിൽ ഏറ്റവും പ്രസിദ്ധമായത് അർബാത്താണ്, 4നാണ്. അത് അർബാത്തുൻ അതിൽ ഏറ്റവും പ്രസിദ്ധമായത് 4നാണ്. അത് താഴെ പറയുന്നതാണ്. ഒന്ന് നഫി വൽ ഇസ്തിസ്നാ. നഫീൻ്റെ അർഫ് ഉപയോഗിക്കുക, ശേഷം ഇസ്തിസ്നാ ഉപയോഗിക്കുക. അപ്പോൾ മാ ലാ എന്നുള്ള നഫി ഉപയോഗിക്കുക, എന്നിട്ട് നമ്മൾ കസർ ചെയ്യുന്ന സാധനം പറയാം, എന്നിട്ട് ഇല്ല എന്നുള്ള അദാത്ത് ഉപയോഗിക്കുക, പിന്നെ മക്സൂർ പറയാം. അപ്പോൾ മിസാൽ കൗലു താല, അള്ളാഹു താല പറഞ്ഞ പോലെ ഫാലം അന്നഉ ലാ ഇലാഹ ഇല്ലാ ഹുവ, അതായത് ലാ ഇലാഹ ഇല്ലാ ഹുവ എന്നുള്ളത്. ലാ എന്നുള്ളത് എന്താണ് നഫിയാണ്, ഇല്ല എന്നുള്ളത് ഇസ്തിസ്ന ആണ്, ഇലാ എന്നുള്ളത് കസറാണ്, അള്ളാഹു എന്നുള്ളത് മക്സൂറാണ്. അപ്പോൾ ലാ ഇലാഹ ഇല്ലാ അള്ളാഹ് എന്ന് പറഞ്ഞാൽ ഒരു ആരാധനക്ക് അറിയാൻ ആരുമില്ല ഇല്ലല്ലാ അള്ളാഹു അല്ലാതെ എന്നുള്ള. അപ്പോൾ അള്ളാഹു മാത്രമാണ് അവിടെ ആരാധനക്ക് അറിയാമെന്നുള്ളത് പറഞ്ഞു. അലാ നഫി വൈല്ല ഇസ്തിസ്ന ഓമാമിൻ അദാത്തിൽ കസരി തൊരീഖത്താനി വൈല മക്സൂർ വൈല നമ്മൾ പറഞ്ഞു. ഞാൻ എൻ്റെ ബയാൻ വിശദീകരണം ഫിൽ ആയത്തിൽ കസരി സിഫത്തിൽ ഉലൂഹിയ അലല്ലാഹി ലാ ഗൈറ വ നഫീഹ അമ്മൻ സിവാഹു. ഈ ഒരു ജുംല കൊണ്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അള്ളാഹു മാത്രമാണ്, അള്ളാഹുവിൻ്റെ ഏകത്വത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. അതേപോലെ ബാക്കിയുള്ള എല്ലാ ആരാധന വസ്തുക്കൾ എന്താണ് നഫി ചെയ്യാണ്. ഇനി കൗലുക്ക മാ സുഹൈറുൻ ഇല്ലാ ഷാഹിറുൻ, സുഹൈർ അല്ല ഇല്ലാ ഷാഹിറുൻ, കവി മാത്രമല്ല. അപ്പോൾ ഇവിടെ എന്തായി സുഹൈർ എന്നുള്ളൊരു വ്യക്തി കവി മാത്രമാണെന്ന് പറഞ്ഞ്. ഇനി മറ്റൊന്ന് പറയാണ് മാ ഷാഹിറുൻ,
ഒരു കവിയും ഇല്ല സുഹൈറും അല്ലാതെ. അപ്പോൾ ഒന്നാമത്തത് സുഹൈർ കവി മാത്രമാണെന്നുള്ളതിനെ ഇതാക്കി, അതായത് സുഹൈറിൻ്റെ ക്വാളിറ്റി കവി മാത്രമാണെന്ന് പറഞ്ഞത്. മറ്റേത് കവികൾ മൊത്തം കവികളെടുത്താൽ അതിൽ സുഹൈർ മാത്രമാണെന്നുള്ളത് പറയാണ്. അത് കവികളാണ്, ഒന്ന് വ്യക്തിനെയാണ്, മറ്റേത് ഒരു സിഫത്തിനെയാണ്. ഓക്കെ, ഇനി രണ്ടാമത്തത് വരുന്നത് ഇന്നമ എന്നുള്ളതാണ്. അപ്പോൾ ഇന്നമ എന്നുള്ളത് കസറിൻ്റെ അദാത്താണ്. അത് കൗലു തല ഇന്നമ യഖ്ഷല്ലാഹു മിൻ ഇബാദിഹിൽ അൽ ഉലമാഉ. ഇന്നമ എന്നുള്ളത് നിശ്ചയം മാത്രമാണ്. ഇന്നമ യഖ്ഷല്ലാഹു, അള്ളാഹുവിനെ ഭയക്കുന്നവർ മിൻ ഇബാദിഹിൽ അൽ ഉലമാ, അവൻ്റെ അടിമകളിൽ നിന്ന് ഉലമാക്കൾ മാത്രമാണെന്നുള്ള അർത്ഥം അവിടെ ലഭിക്കും. ഉന ഇന്നമ അദാത്തുൽ കസ്രി തരീഖത്തു യഖ്ഷ മഖ്സൂറു ഉലമാ മഖ്സൂറുൻ അലൈ. ഓക്കെ, ദെൻ അതിൻ്റെ വിശദീകരണം ഫിൽ ആയത്തിൽ കസ്രി സിഫത്തുൽ ഖശിയല്ലാഹു അലൽ ഉലമാ ബി ഹൈസു ലാ യതഅദ്ദഉം ഇല്ലാഹിറും. അതായത് അള്ളാഹിനെ ഭയക്കുന്നവർ ഉലമാക്കൾ മാത്രമാണ്, ബാക്കിയുള്ള ആരും അള്ളാഹിനെ ഭയക്കുന്നില്ല എന്നുള്ളത് ഈ ഒരു ഇതിൽ നിന്ന് കിട്ടും. പിന്നെ മറ്റു കുറച്ച് ഉദാഹരണങ്ങളാണ്. ഇന്നമ റസാഖുല്ല, റിസ്ക് നൽകുന്നത് അള്ളാഹു മാത്രമാണ്. പിന്നെ ഇന്നമൽ മുഫ്ലിഹുൽ മുഹ്സിൻ, വിജയികൾ മുഹ്സിൻ നല്ല ചെയ്യുന്നവരാണ്. അടുത്ത ഫലം അന ഫി ആദിൽ ത്വരീഖത്തി യഖൂലുൽ മഖ്സൂർ അലൈ ദായിമൻ അലൽ വ മുതഅഖിറ. ഈ ഒരു ഇതിൽ മഖ്സൂറിൻ അലൈ എപ്പോഴും എന്തായിരിക്കും, പിന്തിച്ചിട്ടാണ് വരിക. അതായത് ആദ്യം കസറ് പറഞ്ഞതിൻ്റെ ശേഷമായിരിക്കും മഖ്സൂറുൽ അലൈ പറയാം. ഇനി അൽ അത്ഫു ബില വബൽ വലാക്കിൻ, അത്ഫ് ചെയ്യുക, ഏത് ബില കൊണ്ട് അല്ലെങ്കിൽ ബൽ കൊണ്ട് ലാക്കിൻ കൊണ്ട് അത്ഫ് ചെയ്യുക. അപ്പോൾ അതിൽ വരുന്നതാണ് ഷൗക്കി അമീറുൽ ഷിഅരി ലാ അമീറുൽ നസ്ർ. ഷൗക്കി അഹമ്മദ് ഷൗക്കി എന്നുള്ളത് എന്താണ്, ഷിഅറിൻ്റെ അമീറാണ്, നസ്റിൻ്റെ അതായത് കവിതകളുടെ നേതാവാണ്, അല്ലാതെ ഗദ്യങ്ങളുടെ നേതാവല്ല എന്നുള്ളത്. അപ്പോൾ അവിടെ ഒരു ലാ ചേർത്തു. അങ്ങനെ ലാ ചേർത്തപ്പോൾ എന്തായി, കവികളുടെ ഇത് മാത്രമാണെന്നുള്ളത് കിട്ടി, മറ്റേ ഗദ്യത്തിൻ്റെത് അവിടെ നിഷേധിച്ചു. ഉന ഷൗക്കി മക്സൂറുൻ വല അദാത്തുൽ കസ്രി വ ത്വരീഖത്തുഹു വ അമീറു ഷുഅറ മക്സൂറുൻ അലൈഹി. ഓക്കെ, ഫി ആദിൽ മിസാൽ, ഈ ഒരു ഉദാഹരണത്തിൽ കസർത്തു ഷൗക്കി അല ഇമാറത്തു ഷെരി വ ഖസാസത്തുഹു ബിഹി ദൂന നസ്ർ. അദ്ദേഹത്തെ എന്തായി, ഷിഅറിൻ്റെ മേലിൽ മാത്രം ചുരുക്കി, അദ്ദേഹത്തിന് നസറിൻ്റെ മേലിൽ അയാൾ അമീറല്ല എന്നുള്ളത് അവിടെ നിഷേധിക്കുകയും ചെയ്തു. ഫല മനഫി ആദ്യ ത്വരീഖ് യക്കൂന് മഖ്സൂറുൻ അലൈഹി വ മഅ്തൂഫുൻ അലൈഹി. ഇവിടെ മഖ്സൂറുൻ അലൈഹി എന്തായിരിക്കും, മഅ്തൂഫുൻ അലൈഹിയും കൂടിയായിരിക്കും. അതായത് അത്ഫിൻ്റെ അക്ഷരം വന്ന അത്ഫിൻ്റെ അക്ഷരത്തിന് ശേഷമുള്ളത് മഅ്തൂഫുൻ അലൈഹി എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ എപ്പോഴും ഇതിൽ മഖ്സൂറുൻ അലൈഹി മഅ്തൂഫുൻ അലൈഹിയും കൂടിയായിരിക്കും. ഞാൻ അവിടെ ഒരു ഉദാഹരണം കൂടി കൊടുക്കുന്നുണ്ട്. പിന്നെ മൽ ഫഖ്റു ബി നസ്ബി ബിൽ ബൽ, പിന്നെ ഇലല്ലാഹി യഷ്കൂ ലാ ഇല നാസി അവിടെ ഒന്നുണ്ട്. പിന്നെ ഇനി ബൽ വെച്ചിട്ടുള്ളത് പറയണം. മൽ ഫഖ്റു ബിൻ നസബി ബൽ ബിൽ ഇൽമ. ഈ നമ്മൾ ഒരു അഹങ്കാരം എന്ന് പറഞ്ഞാൽ തറവാട് കൊണ്ടല്ല, ഇൽമ കൊണ്ടാവണമെന്നാണ്, അറിവ് കൊണ്ടാണ് നമ്മൾ അഹങ്കരിക്കേണ്ടത്, അല്ല തറവാട് കൊണ്ടല്ല എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ബൽ എന്ന് വന്നു, ബൽ ബിൽ ഇൽമി എന്നുള്ളത് കണ്ടില്ല. അങ്ങനെ അപ്പോൾ അഹങ്കാരം തറവാട് കൊണ്ടല്ല, ഇൽമ കൊണ്ട് മാത്രമാണെന്നുള്ള ഒരു അർത്ഥത്തിൽ വരും. ബയാൻ ഫിൽ മിസാലി കസർത്ത് സിഫത്തുൽ ഫഖരി അല ഇൽമിൻ ബി ഹൈസുല തഫാരിഖോ ഇല്ലാ വൈരിഹി വഖസൈസു ബി ഇൽമി ദൂന വൈരിഹി. അതായത് അറിവ് കൊണ്ട് മാത്രമേ നമുക്ക് അഹങ്കരിക്കാൻ കഴിയുള്ളൂ, അല്ല തറവാട് കൊണ്ട് അഹങ്കരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇത് പറഞ്ഞത്. ഫൈല മന്നഫി ആദ്യ ത്വരീഖ് യകൂനു മഖ്സൂർ അലൈഹി വ മഅ്തൂഫുൻ. മഖ്സൂർ അലൈഹി നേരത്തെ പറഞ്ഞ പോലെ തന്നെ മഅ്തൂഫായിരിക്കും, മറ്റേടത്ത് മഅ്തൂഫ് അലൈഹി ആയിരിക്കും തന്നെ. പിന്നെ ലൈസ ദുനിയ ബാക്കിയത്തുൻ ലാക്കിൻ സായിലത്തുൻ. ഇനി അടുത്തത് ലാക്കിനാണ്. ദുനിയ എന്നുള്ളത് ബാക്കിയാവുന്നതല്ല, മറിച്ച് എന്താണ്, അതിങ്ങനെ നീങ്ങി പോകുന്നതാണ് തന്നെ. ഉന ദുനിയ മക്സൂറുൻ വലാക്കിൻ അദാത്തുൽ കസ്രി വ ത്വരീഖത്തു വ സായിലത്തു മക്സൂറുൻ അലൈഹി. ദുനിയ എന്നുള്ളത് മക്സൂറാണ്, അദാത്തുൽ കസ്ർ ഉണ്ട്, പിന്നെ ത്വരീഖത്തു വ സായിലത്തു എന്നുള്ളത് മക്സൂറുൻ അലൈഹി. പിന്നെ ഫി മിസാലി കസ്ർ ദുനിയ അല സവാലിൽ വനഫിയാൻ. ഈ ഒരു ഉദാഹരണത്തിൽ എന്താണ്, ദുന്യാവ് നീങ്ങിപ്പോകുന്നതാണെന്ന് പറഞ്ഞു, ബാക്കിയുള്ളതൊക്കെ നിശ്ചയിച്ചു, അതായത് സ്ഥിരാവും എന്നുള്ളത് നിഷേധിച്ചു. ഫല മന്നഫി ഹാദിൽ ത്വരീഖത്തി കത് യക്കൂന് മഖ്സൂറുൻ അലൈഹി വ മഅ്തൂഫൻ. മഖ്സൂറുൻ അലൈഹി ഇവിടെ ഉണ്ടാവും, മഅ്തൂഫായിരിക്കും. അതായത് ബാക്കിയത്ത് എന്നുള്ളതല്ലേ, ദുന്യാവിനെ ബാക്കിയത്ത് എന്നുള്ളത് സായിലത്താക്കി. അത് തഖ്ദീമു മാ ഹഖു തഅഖീർ. അതായത് മുന്നേണ്ടത് എന്താവുക, അതിൻ്റെ മുമ്പുള്ളത് വരിക, പിന്തി വരിക. അപ്പോൾ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നുണ്ട്. ഇവിടെ ശരിക്കും വേണ്ടത് ഫസ്റ്റ് നമ്മൾ എന്താ പറയേണ്ടത്, ഫിഅലല്ലേ, എന്നിട്ടല്ലേ മഫൂല് പറയേണ്ടത്.
അപ്പോൾ ഫീലും ഫായിലും പറയാതെ ഇവിടെ ഫസ്റ്റ് മഫ്ഊലാണ് പറഞ്ഞത് ഇയ്യാക്ക എന്നുള്ള. അപ്പോൾ ഇവിടെ ശരിക്കും നഅ്ബുദു ഇയ്യാക്ക എന്നാണ്, അല്ലെങ്കിൽ നസ്തഈന ഇയ്യാക്ക എന്നുള്ള അതെ, അതായത് നഅ്ബുദു ഇയ്യാക്ക, നഅ്ബുദു ഞങ്ങൾ ആരാധിക്കുന്നു, ഇയ്യാക്ക നിന്നെ എന്നുള്ളത്. അവിടെ മഫ്ഊല് മുന്തി വന്നു. അപ്പോൾ ഇതിൻ്റെ ഇത് തന്നെ പോലെ തക്ദീമുൽ മഅമൂല് ഇയ്യാക്ക, അത് മഅമൂലായിട്ടുള്ള എന്താ ഇയ്യാക്ക, അമൽ ചെയ്യുന്ന ഇയ്യാക്ക എന്തായി മുന്തി വന്നു അല ആമിലീൻ. ഏതിൻ്റെ പേരിൽ? ഈ ഫിയലാണ് എന്ത് അമലി ചെയ്യണത്, ഫിയലാണ് എന്ത്, ഫിയലാണ് ഫായിലിന് റഫ് കൊടുക്കുന്നതും അതേപോലെ മഫ്ഊലിന് നെസ്ബ് കൊടുക്കുന്നതൊക്കെ ഫിയല് മുമ്പ് ഉണ്ടായിട്ടാണ്, അല്ലെങ്കിൽ അതെന്താവും മുബ്തദ ഖബറാവൂലേ. അപ്പോൾ ഈ ഫിയൽ എന്തായി ഇവിടെ പിന്തി വന്നാണ് ചെയ്തത്. അപ്പോൾ നഅ്ബുദു എന്നുള്ള ഫിയല് അതേപോലെ ഫായിലൊക്കെ പിന്തി വന്നിട്ട് അവിടെ മഅമൂല് മുന്തി വന്നു. ഇവിടെ എന്താണ് ഇബാദത്തിന് അർഹൻ ഫീഹി കസുൽ സിഫത്തുൽ ഇബാദി അലല്ലാഹി ഫഖത്ത്, അള്ളാഹു മാത്രമാണ് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എന്തായത് അത് മുന്തി വന്നത്. അമിൻഹു കൗലു ഇയ്യാക്ക ഉഹിബു. ഇനിയിപ്പോൾ വേറെ ഇത് ഇയ്യാക്ക ഉഹിബു, ഇപ്പോൾ നമ്മൾ ഐ ലവ് യു പറയില്ല, അതിൻ്റെ ഒരു ഇതാണ്, അതായത് ഞാൻ നിന്നെ മാത്രമാണ് ഇഷ്ടപ്പെടുന്നുള്ളത് പറയാം. അപ്പോൾ അലൈക്ക തവക്കൽത്തു ശരിക്കും ഉഹിബു ഇയ്യാക്ക അല്ലെങ്കിൽ തവക്കൽത്തു അലൈക്ക എന്നുള്ളത് പറഞ്ഞാൽ അലൈക്ക തവക്കൽത്തു എന്ന് പറയാം. എന്നെ മാത്രമാണ് വക്കീലാക്കുക എന്നുള്ള ഒരു ഇത്. അപ്പോൾ ഫഅലം അന്ന ഫി ആദ്യത്തെ ഒരിക്കൽ യക്കൂനിൽ കസറു പോകാൻ മുത്തഖദ്ദമി, ഈ രണ്ട് ഇതിലെന്തായിരിക്കും കസറ് മുന്തി വരുന്നതായിരിക്കും. ഇനി അക്സാമുൽ കസറാണ്. ഇതിൽ കസരി സലാസത്ത് തക്സീമാത്ത് ബേത്തിബാറിൽ ഹക്കീക്കി വൽ വാക്കി, ഹക്കീക്കിയും വാക്കിയും പരിഗണിച്ചിട്ട് കസറിന് 3 കിസ്മോളുണ്ട്. വബി എത്തിബാരി തൊറഫേനി വബി എത്തിബാരി ഇൽമുൽ മുഖാത്തിബ്, അതേപോലെ അതിൻ്റെ തൊറഫേനി നോക്കിയിട്ട് അല്ലെങ്കിൽ ആരോടാണ് പറയണത് ഉള്ളത് നോക്കിയിട്ടൊക്കെ അതിന് 3 ഉണ്ട്. ഒന്ന് തക്സീമുൽ കസർ ബി എത്തിബാരിൽ ഹക്കീക്കിൽ വാക്കിയെ, ഹക്കീക്കിയും വാക്കിയും പരിഗണിച്ചിട്ടുണ്ടാകും നമ്മൾ കസറിന് ആദ്യം കിസ്മയാണ്. അത് എൻകസിമു കസർ ബി ആദിൽ എത്തിബാരിൽ കിസ്മേനി 2 നമ്മൾ ഇതിൽ തിരിക്കും. ഒന്ന് അൽ കസറുൽ ഹക്കീക്കി, ഒന്ന് കസറുൽ ഹക്കീക്കി. ഓ അൻ യഖ്തസുൽ മക്സൂർ അല മക്സൂറിൻ അലൈഹി ബി അസ്ബിൽ വാക്കിൽ വൽ ഹക്കീക്കത്തി ബി ഐസുലായ തഅദ്ദു ഇല്ലാ ഗൈറുൽ അസ്ൽ. അതായത് സത്യങ്ങൾ ഉണ്ടാവില്ല, പൊതുവായിട്ടുള്ള സത്യങ്ങൾ, ഒറിജിനലായി നടക്കുന്ന സാധനങ്ങളെ നമ്മൾ കസർ ചെയ്യാണ്. അതായത് മക്സൂറിനെ മക്സൂറിൻ അലൈഹിൻ്റെ മേലിൽ കസർ ചെയ്യാണ്. അതായത് ബി ഹസ്ബിൽ വാക്കിയുൽ ഹക്കീക്കി, നമ്മൾ യഥാർത്ഥത്തിലുള്ള സത്യങ്ങളെ പരിഗണിച്ചുകൊണ്ട് ലാ യതഅദ്ദൗ ഇലാ ഗൈറൻ അസ്ലോ, യഥാർത്ഥത്തിൽ അതല്ലാതെ വേറൊന്നും സംഭവിക്കില്ല. അതാണിപ്പോൾ ഖൗലു തആല, അല്ലാഹു തആലാൻ്റെ വാക്ക് പോലെ ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒരു ഇലാഹ് അള്ളാഹു ഇല്ലാതെ ഒരു ഇലാഹു ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ എന്താണ്, അതൊരു പ്രപഞ്ച സത്യമാണ്. അതായത് ഇവിടെ ഏക ഒരു ദൈവമേ ഉള്ളൂ, അത് അള്ളാഹു മാത്രമാണ്. അല്ലെങ്കിൽ അപ്പോൾ ഇവിടെ എന്തായി അള്ളാഹുവിൻ്റെ ഇലാഹിയത്തിനെ മക്സൂറ് ചെയ്ത്, അതായത് അള്ളാഹു മാത്രമാണ് ഈ സത്യം എന്നുള്ളതിൽ. ഇനി കസ്റുൽ ഇലാഫി, കസ്റുൽ ഇലാഫി പറഞ്ഞാൽ മാ കാൽ കസ്റു വൽ ഇഖ്തിസാസു ഫി ബി ഹസ്ബിൽ ഇലാഫത്തി ഇലാ ഷൈഇൻ മുഅയ്യനി ലാ ലിൽ ജമീഇ. അത് ഒരു പ്രത്യേകത തന്നെ എന്താവുക, ഇപ്പോൾ അയാളൊരു സിഫത്തിനെ കസ്റ് ചെയ്യുക, എന്താവുക അത് അയാൾക്ക് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളവർക്കൊന്നുമില്ല. അങ്ങനത്തെ ഒരു ഇതിനെ നമ്മളെന്താവുക അയാൾക്ക് മാത്രമായി കൊടുക്കുക. ഇപ്പോൾ മാ ഖാലിദുൻ ഇല്ലാ ഷുജാഉൻ, ഖാലിദിന് മാത്രമുള്ളൊരു ക്വാളിറ്റിയാണ് എന്ത്, ഓൻ ധീരനാണെന്നുള്ളത്. അപ്പോൾ പറയാം മാ ഖാലിദുൻ ഇല്ലാ ഷുജാ എന്ന് പറയാം. അപ്പോൾ കസർത്ത് ഉനാക്ക ഖാലിദ് അല ഷുജാത്തി, ആ ഇന്നലെ ഖാലിദ് അല തജാവസ് ഷുജാ ഇല്ല ജബിനി ഇല്ലാ ബിമാനാനുല തജാവസ് ഇല്ല സിഫത്തിൽ ഒഖറ കസബ്ര. അപ്പോൾ ഖാലിദിൻ്റെ ക്വാളിറ്റി പറഞ്ഞാൽ എന്താണ്, ഷുജാ മാത്രമാണ്, അല്ലാതെ വേറെ സുബ്രോ അല്ലെങ്കിൽ ലജ്ജ ഉണ്ടാവുക അങ്ങനത്തെ ഒന്നും ഖാലിദിനില്ല. അപ്പോൾ ഖാലിദ് ഭയങ്കര ധീരയാണെന്നുള്ളത് മാത്രം പറയാൻ വേണ്ടി അത് ഉപയോഗിക്കുക. ഒരു ഉദാഹരണം പട്ടിക നോക്കിയാൽ മതി, പെട്ടെന്ന് മനസ്സിലാവും. ഹക്കീക്കി എന്ന് പറഞ്ഞാൽ പൊതുവായിട്ടുള്ള സത്യങ്ങളാണ്. അപ്പോൾ ഇന്നമല്ല ഖാലിഖുല്ല, നിശ്ചയമായി സൃഷ്ടാവ് അള്ളാഹു ആണ്, അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. പിന്നെ ലാ ജവാദ് ഇല്ല ഹാത്തിമുത്തൊയ്യി, ഈ പിന്നെ ഹാത്തിമുത്തൊയ്യി അല്ലാതെ ഒരു ധർമ്മിഷ്ഠനും ഇല്ല. അല്ലെങ്കിൽ ഇന്നമ ഷായിറു, ഷായിർ എന്ന് പറഞ്ഞാൽ ബുഖ്തരി മാത്രമാണ്. ഓക്കെ, അങ്ങനെ പറഞ്ഞത്. ഇനി തക്സീമുൽ കസറു ബി എത്തിബാരി തൊറഫൈനി, ഇനി അതിൻ്റെ തൊറഫൈനി നോക്കിയിട്ടുണ്ടാവും നമ്മൾ കസർ ഇതാക്കും. അത് 2 ഉള്ളത്. അൽ കസറു സിഫത്ത് അല മൗസൂഫ്, സിഫത്തിന് എന്താവുക മൗസൂഫിൻ്റെ മേലിൽ കസർ ചെയ്യുക. ഇവിടെ സിഫത്ത് കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്, മാനവീയായിട്ടുള്ള സിഫത്താണ്. അതായത് അല്ലദീ തദുല്ലു അലാ മാന ഖായിമുൻ ബി ഷൈഇൻ, അതായത് ആ ഒരു സിഫത്തിൻ്റെ മേലായി നിൽക്കുക. ഇപ്പോൾ ജൂദ്, ഇൽമ്, സൊബർ, നഹ്വിയായിട്ടുള്ള സിഫത്തല്ല കേട്ടോ. അപ്പോൾ അങ്ങനത്തെ സിഫത്തോളാണ്. ഇപ്പോൾ അയാൾ ധർമ്മിഷ്ഠനാണ്, അല്ലെങ്കിൽ അയാൾ നല്ല പഠിക്കുന്ന ആൾ, അങ്ങനത്തെ ഒക്കെ പറയില്ല അത്. അപ്പോൾ കസർ സിഫത്ത് അല മൗസൂഫ് പറഞ്ഞാൽ അഫി ആദ നൗഇ മിനൽ കസരി തഖ്സു സിഫത്ത് ബി ഷൈഇൻ മൗസൂഫുൻ ലാ തജാവസു ഇല്ലാ ഗൈറഹു,
അത് ഒരാൾക്കുള്ള ക്വാളിറ്റിയാണ്. അപ്പോൾ അയാൾക്ക് മാത്രമായിരിക്കും ആ ക്വാളിറ്റി, അത് മറ്റാർക്കും ഉണ്ടാവില്ല. വദാലിക്ക യക്കൂന ബി തഖദീമി സിഫത്തി അല മൗസൂഫിൻ, അതെന്താവും സിഫത്ത് മുന്തി വരും മൗസൂഫിൻ്റെ മേലെ. മിസ്ല ഇന്നമൽ ഫക്കീഹോ, നിശ്ചയം ഫക്കീഹ് എന്നുള്ളത് അബ്ദുൽ ഗഫൂറാണ്. അപ്പോൾ ഇവിടെ അബ്ദുൽ ഗഫൂർ മാത്രമാണ് എന്ത് ഫക്കീഹ് എന്നുള്ളത് ഇതാക്കാണ്. അപ്പോൾ അബ്ദുൽ ഗഫൂറിൻ്റെ മാത്രം ക്വാളിറ്റിയാണ് എന്ത് ഫക്കീഹ് എന്നുള്ളത്. പിന്നെ മൽ ഇൽമു ഇല്ല അബ്ദുൽ ഗഫൂർ, മൽ ആലിമു ഇല്ല അബ്ദുൽ ഗഫൂർ, ഒരു ആലിമും ഇല്ല അബ്ദുൽ ഗഫൂർ മാത്രമാണ്. അപ്പോൾ ആലിമ് എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ ആലിമ് പറഞ്ഞാൽ അബ്ദുൽ ഗഫൂറാണ്, അങ്ങനത്തെ പറയാനാണ് ഇത് ഉപയോഗിക്കുക. അപ്പോൾ ഇതിനൊക്കെ തഖ്സു സിഫത്തുൽ ഇൽമി ബി അബ്ദുൽ ഗഫൂർ ഓ തക്സീറു അലൈ ഓനാ തഖദ്ദംതു സിഫത്ത് അല മൗസൂഫ്. ഇവിടെ സിഫത്ത് എന്തായി മൗസൂഫിൻ്റെ മേലിൽ മുന്തി വന്നു. അപ്പോൾ സിഫത്ത് എന്നുള്ളതാണ് ഗഫൂർ അല്ല സിഫത്താണ് ആലിമ് അല്ലെങ്കിൽ ഫക്കീഹ് എന്നുള്ളതാണ്, അതാണ് വിശേഷണം. അബ്ദുൽ ഗഫൂർ എന്നുള്ളതാണ് മൗസൂഫ്, അതായത് അബ്ദുൽ ഗഫൂറിൻ്റെ വിശേഷണമാണ് ഫക്കീഹാണ് ആലിമ എന്നുള്ളത്. അപ്പോൾ അതെന്താവും ആദ്യം മുന്തി വന്നു ഇവിടെ കസറു സിഫത്ത് അല്ല മൗസൂഫ് പറയുമ്പോൾ. ഇനി കസറു മൗസൂഫ് അല്ല സിഫത്ത്, ഇനി ഒരു വ്യക്തിനെ എന്താവുക ഒരു സിഫത്തിൻ്റെ മേലിൽ ഇതാക്കുക. അപ്പോൾ വഫി ആദൻ നൗമിൻ കസറുൽ തഖ്സ ഷൈഇൻ മൗസൂഫൻ ബി സിഫത്തില്ലാഹി തആല ഇല്ലാ ഗൈറഹു, ഒരു സാധനത്തെ എന്താവുക സിഫത്തിൻ്റെ മേലിൽ കസർ ചെയ്യണേനാണ് ഇത് പറയുക, അതല്ലാതെ അയാൾക്ക് ഇപ്പോൾ വേറൊരു കഴിവുണ്ടാവില്ല. അപ്പോൾ അതായത് കേൾക്കുന്നു ബി തഖദീമി മൗസൂഫി അല സിഫത്തി മിസ്ല ലൗ ഖുൽത ഇന്നമ അബ്ദുൽ ഗഫൂർ ഫക്കീഹുൻ. അപ്പോൾ അബ്ദുൽ ഗഫൂറിൻ്റെ ഒരു സിഫത്ത്, നേരത്തെ നമ്മൾ പറഞ്ഞത് സിഫത്തിന് മൗസൂഫിൻ്റെ മേലിലാണ്. അപ്പോൾ ഒരു വിശേഷണം ആദ്യം പറയും, എന്നിട്ട് ആ ഒരു വിശേഷണമുള്ള ഒരാൾ മാത്രമാണെന്ന് പറയാം. ഇവിടെ ഒരാളെ പറയാം, അയാൾക്കുള്ള വിശേഷണം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫിഖ് മാത്രമാണ് അല്ലെങ്കിൽ ആലിമ് മാത്രമാണ് അങ്ങനെ പറയാം. അപ്പോൾ ഇവിടെ പറയാം ഇന്നമൽ അബ്ദുൽ ഗഫൂർ ഫക്കീഹ് എന്ന് പറഞ്ഞു. അപ്പോൾ അബ്ദുൽ ഗഫൂർ മാത്രമാണ് എന്ത് ഫക്കീഹ്, ഇന്നമ അബ്ദുൽ ഗഫൂർ ഫക്കീഹ് എന്ന് പറയുന്നിടത്ത് അബ്ദുൽ ഗഫീർ എന്താണ് ഫക്കീഹ് മാത്രമാണെന്ന് അറിയാം, ഫിഖ് പറഞ്ഞ ആൾ മാത്രമാണ്. അല്ലെങ്കിൽ അബ്ദുൽ ഗഫൂർ അപ്പോൾ ഇല്ല ഫക്കീഹ് എന്ന് പറഞ്ഞാൽ അബ്ദുൽ ഗഫൂർ ഫിഖ് അറിയാത്ത ആളെന്ന് അറിയാം. അല്ല അബ്ദുൽ ഗഫൂർ അബ്ദുൽ ഗഫൂർ അല്ല ഇല്ല ഫക്കീഹ് മാത്രമല്ല. അപ്പോൾ അബ്ദുൽ ഗഫീറിന് ഫിഖ് മാത്രമേ അറിയുള്ളൂ അങ്ങനെ പറയുക. അപ്പോൾ അതിനകത്ത് അബ്ദുൽ ബി സിഫത്ത് ഫിഖ്. അപ്പോൾ ഇവിടെ എന്താണ് അബ്ദുൽ ഗഫൂറിനെ ഫിഖ് എന്നുള്ള സിഫത്തിൻ്റെ മേലിൽ മാത്രം ഇതാക്കി തക്സീറു അലൈഹി ബി അസുല്ലാ സിഫത്തുൽ ഉഖറ. അയാൾക്ക് എന്താ മറ്റൊരു സിഫത്തുമില്ല, അയാൾക്കിപ്പോൾ ഡാൻസ് കളിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ പാട്ട് എഴുതാൻ അറിയില്ല, അല്ലെങ്കിൽ കവിത എഴുതാൻ അറിയില്ല, അതൊക്കെ അയാളെ മേലിൽ നിന്ന് ഒഴിവാക്കി. അപ്പോൾ സാമി എഫോ അന്നൽ അബ്ദുൽ ഗഫൂർ ഫക്കീഹ്. അപ്പോൾ എന്താവും കേൾക്കണമൊക്കെ മനസ്സിലാവും അബ്ദുൽ ഗഫൂർ ഫക്കീഹാണെന്ന്. അപ്പോൾ ലൈസ തൊബീബൻ ഔ ഷായിറൻ, അല്ലെങ്കിൽ അദ്ദേഹം ഡോക്ടറല്ല ഷായിറല്ല, അയാൾ ഫക്കീഹ് മാത്രമാണെന്നുള്ളത് കേൾക്കണമൊക്കെ മനസ്സിലാകും. ഹുന തഖദീമുൽ മൗസൂഫ് അല സിഫത്ത്. ഇവിടെ എന്തായി മൗസൂഫ് സിഫത്തിൻ്റെ മേലിൽ മുന്തി വന്നു. ഇനി രണ്ട് ഇത് നോക്കിയിട്ട് നമുക്ക് എന്താ സിഫത്തിനെ നോക്കുകയാണെങ്കിൽ ഈ തൊറഫ് നോക്കിയിട്ടാണ് കസർ ചെയ്യണമെങ്കിൽ ഒന്ന് കസർ സിഫത്ത് നമ്മൾ പറഞ്ഞു, ഒരു വിശേഷണത്തെ അത് ആരുടെ പേരിലാണ് ചെയ്യണത് അങ്ങനെ ചെയ്യുക. അത് തൊബീബ് എന്നുള്ള ആ ഡോക്ടർ എന്നുള്ള ഒരു സിഫത്തിന് എന്തായി അബ്ദുള്ള മാത്രമാണ് ഡോക്ടർ എന്ന് പറഞ്ഞ്. പിന്നെ ഫായിസ് എന്നുള്ള വിജയ് എന്നുള്ളതിന് എന്തായി സൽമാൻ മാത്രമാണെന്ന് പറഞ്ഞു. പിന്നെ ഇന്നമർ റസൂൽ മുഹമ്മദ്, പ്രവാചകൻ എന്നുള്ളത് എന്താണ് മുഹമ്മദ് നബി മാത്രമാണെന്ന് പറഞ്ഞു. ഇനി ഇവിടെ മൗസൂഫിൻ്റെ സിഫത്തിൻ്റെ മേലിലാണ്. ആദ്യം ആളെ പറയും, അല്ലെങ്കിൽ ഒരു സാധനത്തെ പറയും, അതിൻ്റെ ക്വാളിറ്റി പറയും. അങ്ങനെയാണെങ്കിൽ അബ്ദുള്ള ഇല്ല തൊബീബൻ, അബ്ദുള്ള എന്ത് മാത്രമാണ് ഡോക്ടർ മാത്രമാണ്. സൽമാനും ഇല്ല ഫായിസുൻ, സൽമാൻ ആര് മാത്രമാണ് വിജയ് മാത്രമാണ്. ഇന്നമാ മുഹമ്മദ് റസൂൽ, മുഹമ്മദ് നബി എന്താണ് റസൂൽ മാത്രമാണെന്ന് പറഞ്ഞു. ഓക്കെ, ഇതാണ് അത്. അടുത്ത തക്സീമുൽ കസ്രി ബി എഅ്തിബാരിൽ ആലിൽ മുഖാത്തബ്. ആലിൽ മുഖാത്തബ് നമ്മൾ പറഞ്ഞ ആൾക്കനുസരിച്ച് എന്താവും കസർ മാറും. അപ്പോൾ അങ്ങനെ വരുന്നതാണ് യൻകസിമു കസ്ബി ആദി എഅ്തിബാരിൽ സലാസത്ത് അക്സാം. 3 വിഭാഗമാണ് അങ്ങനത്തെ വരിക. ഒന്ന് കസറുൽ ഇഫ്രാദ്, ഒരു വ്യക്തിനെ കസർ ചെയ്യുക. യകൂനുൽ കസറു ഇഫ്രാദി ഇദാ കാനൽ മുഖാത്തിബു യഅ്തഖിദു ഇസ്തിറാഖുൽ ഷഖ്സൈനി ഫി സിഫത്തി. ഇപ്പോൾ നമ്മൾ ഒരു സിഫത്ത് പറയാണ്, ഒരു വിശേഷണം പറഞ്ഞു, ഒരു ക്വാളിറ്റി പറഞ്ഞു, ആ ക്വാളിറ്റി നമ്മൾ രണ്ടാൾക്കുണ്ട് നമ്മൾ വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്താണ് അത് ഒരാൾക്ക് മാത്രമുള്ളൂ എന്ന് പറഞ്ഞാൽ ഇന്ന കാനൽ മുഖാത്തിബു മിമ്മൻ യഅ്തഖിദു അനൽ മഖ്സൂറു അലൈഹി യസ്തരിഖു മാഹു വൈറഹു ഫിൽ ഹുക്മി ഫയകൂനു കസറു ഇഫ്രാദ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കാര്യം പറഞ്ഞു, ഇപ്പോൾ ഞാനൊരു നല്ല ഡോക്ടറുണ്ട്, അപ്പോൾ ഒരു സംശയം 2 ആൾക്കാരുണ്ടെന്ന്, അതായത് മുഹമ്മദും ഡോക്ടറാണ് വിചാരിച്ച് ഖാലിദും ഡോക്ടറാണ് വിചാരിച്ച്. അപ്പോൾ അങ്ങനെയല്ല, ഇതിൽ ഒരാൾ മാത്രമാണ് മുഹമ്മദ് മാത്രമാണ് ഡോക്ടർ എന്ന് പറഞ്ഞു. എനിക്ക് ഒരു ഇഫ്രാദിൻ്റെ മേലിൽ, ഇഫ്രാദ് തന്നെ ഒറ്റയ്ക്ക് തനിച്ചിട്ടുള്ള ഒരാൾ മേലിൽ, ഒരു വ്യക്തിൻ്റെ മേലിൽ മാത്രമാക്കുക. അപ്പോൾ അതാണ് കസ്റുൽ ഇഫ്രാദ്. അതായത് കുറേ ക്വാളിറ്റി ഉണ്ട്, അല്ലെങ്കിൽ കുറേ ആൾക്കാരുണ്ട് ഒരു ക്വാളിറ്റി ഉള്ള, അപ്പോൾ അതിന് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ആൾ ഇന്നയാളെന്ന് പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ മിസ്ല കൗല കലിമൻ യഅ്തഖിദു അശ്ശരിക ഫി ശുജാഅത്തി. അപ്പോൾ
ധീരതൻ്റെ കാര്യത്തിൽ രണ്ടാൾക്കാർ പങ്കുചേർന്നിട്ടുണ്ട്. ഒന്ന് സെയ്ദുണ്ട്, പിന്നെ സെയ്നും ഉണ്ട്. അപ്പോൾ സെയ്നും നല്ല ധീരനാന്ന് എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെയല്ല എന്ന് പറയാം എന്നോട്. അഷുജാഉ ധീരൻ എന്ന് പറഞ്ഞാൽ സെയ്ദാണ്, ലാ സെയ്നുൻ, സെയ്നല്ല, സെയ്ദ് മാത്രമാണ് എന്ത് ധീരൻ. അപ്പോൾ അങ്ങനത്തെ ദിനമാണ് ഇഫ്രാദ് ഉപയോഗിക്കുക. ഫൗ കസ്റുൽ ഇഫ്രാദ് വമിൻഹു കൗലു താല ഇന്നമല്ലാഹു ഇലാഹും വാഹിദുൻ. പക്ഷേ അള്ളാഹു എന്ന് പറഞ്ഞത് ഇലാഹും വാഹിദുൻ, അതായത് റദ്ദു അല മുത്തഖിദ് അന്നല്ലാഹു സലാസുൻ ഔ സലാസ സാലിസു സലാസ എന്നുള്ള. അപ്പോൾ ത്രിയേകത്വം എന്നുള്ളതിനൊക്കെ നിഷേധിച്ചെന്താ അള്ളാഹു മാത്രമാണ് ഏകം എന്നുള്ള ഇത് വന്നു. ഇനി കസ്റുൽ കൽബ്, കസ്റുൽ ഇഫ്രാദ് കഴിഞ്ഞാൽ കസ്റുൽ കൽബാണ്. കസ്റുൽ കൽബ് പറഞ്ഞാൽ യക്കൂനും കസ്റുൽ കൽബൻ ഇതാ കാണൽ മുഖാത്തിബു യത്തക്കിതു അക്സമായക്കൂല്. നമ്മൾ പറഞ്ഞതിൻ്റെ എതിരാണ് എന്ത് മുഖാത്തിബ് വിചാരിച്ചിരിക്കണേ. അപ്പോൾ അങ്ങനെയല്ല എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കാനാണ്. ഇപ്പോൾ മിസാലു കൗല കലിമൻ ഏത്തക്കിത് ഫൗസൽ മുഹമ്മദ്. ഇപ്പോൾ ഒരാളെന്ന് വിചാരിച്ചിരിക്കണത് മുഹമ്മദാണ് വിജയിച്ചിരിക്കുന്നത്. ഇപ്പോൾ എക്സാം കഴിഞ്ഞപ്പോൾ ഹെഡ് മാസ്റ്റർ വിചാരിച്ചത് മുഹമ്മദാണ് വിജയിച്ചിരിക്കുന്നത്. അപ്പോൾ ഹെഡ് മാസ്റ്ററോട് നമ്മൾ പറയുകയാണ് ഇന്നമൽ ഫായിസു അഹമ്മദ് ഫഹുവ കസ്റുൽ കൽബ്. മുഹമ്മദ് അല്ല വിജയിച്ചിരിക്കണത്, എന്ത് അഹമ്മദാണ് വിജയിച്ചിരിക്കണത് പറയാം. അതാണ് എന്ത് കസ്റുൽ കൽബ്. കൽബ് പറഞ്ഞാൽ മറിക്കുക, നേരെ ഓപ്പോസിറ്റ് എന്നുള്ള ഇതാണ്. അപ്പോൾ വിചാരിച്ചതിന് എതിരാണ് ജയിച്ചിരിക്കണത് പറയാനാണ് അത് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത് കസ്റു തയ്യീന്, ഒന്ന് നിർണ്ണയിക്കാൻ, അത് മാത്രമാണെന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ യക്കൂന് കസ്റു തയ്യീന് ഇതാ കാലം മുഖാത്തി മുത്തറദ്ദിദൻ ഫിൽ ഹുക്കുമി. അപ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ആ പറഞ്ഞ് കേൾക്കണമൊക്കെ എന്ത് അയാൾക്ക് ആകെ സംശയമാണ്, കുറേ സംശയമുണ്ട്. അപ്പോൾ ഇയാളാണോ അതാണോ ഇതാണോ എന്നൊക്കെ ആകെ ഡൗട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ സംശയമുള്ള ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞത് മിസാൽ കൗല കലിമ യത്രദ്ദു വല എതിരി അയ്യുമാ ഷായറുന്നയിൽ. ഇപ്പോൾ ഒരാൾ അയാൾക്ക് ഷായറുന്നയിൽ ആരാന്നറിയില്ല, ആ കേൾക്കണ ആൾക്ക്. അപ്പോൾ അത് അഹമ്മദ് ഷൗക്കിയാണോ അതോ ആഫിൽ ഇബ്രാഹിം ആണോ ഒന്നും അറിയില്ല. അപ്പോൾ പറഞ്ഞു കൊടുക്കുകയാണ് എന്ത് ഇന്നമ ഷായറുന്നയിൽ എന്ന് പറഞ്ഞത് ആരാണ്? ഹാഫിൽ ഇബ്രാഹിം എന്ന് പറയാം. അപ്പോൾ അവിടെ ഇന്നമ എന്നുള്ള കസറിൻ്റെ അത് ഉപയോഗിച്ച്, അപ്പോൾ ഇന്നമ ഷായറുന്നയിൽ ഹാഫിൽ ഇബ്രാഹിം മാത്രമാണ് എന്ത് ഷായറുൽ നെയിൽ. അപ്പോൾ അഹമ്മദ് ഷൗക്കി ഷായറുൽ നെയിൽ ഇല്ല എന്നുള്ളത് പറയാം. അപ്പോൾ കസറു തയ്യീന്. അപ്പോൾ കസറു മിൻ ഹൈസു അൽ മുഖാത്തബ് നോക്കിയിട്ട് ഇഫ്രാദ് ഉണ്ട്, കൽബുണ്ട്, തയ്യീനുണ്ട്. ഇഫ്രാദ് പറഞ്ഞാൽ ഒരാൾ ഒറ്റക്ക് പറയാം അജുജാവ് സെയ്ദുൻ ലാ സെയ്നുൻ. രണ്ട് ഡൗട്ട് ഉണ്ടാകുമ്പോൾ സെയ്ദ് മാത്രമാണ് ഷുജാവ് സെയ്നല്ല എന്ന് പറയാം. ഇനി കൽബ് പറയുമ്പോൾ മുഹമ്മദാണ് ജയിച്ചിരിക്കണമെന്നുള്ള ആളോട് എന്താ പറയുക ഇന്നമ ഫൈസു അഹമ്മദ് എന്ന് പറയാം. തയ്യീന് പറഞ്ഞാൽ ഒരാൾക്ക് ഡൗട്ടുണ്ട്, അപ്പോൾ ഷായറുന്നയിൽ ആരാന്നറിയില്ല, അപ്പോൾ എന്താവുക അങ്ങനെ പറയാം. അപ്പോൾ ഇന്നമ ഷായറു നബിയോ, നബിൻ്റെ ഷായർ പറഞ്ഞാൽ ഹസ്സാൻ ബിൻ സാബിത്താണെന്ന് പറയാം. ഇനി ഒരു ചെറിയ നോട്ട് കൊടുക്കുന്നുണ്ട്. ഫി കസ്റിൽ ഈജാസി വൽ ഇഖ്തിസാർ ഫ ജുംലത്തുൽ കസ്രി ഔജാസു മിനൽ ജുംലത്തൈനി ലിഅന്നൽ അസ്ല ലാ യൻജു ഇല്ലാ മുജ്തഹിദ് ജുംലത്തൈനി ഹുമ എൻജാ മുജ്തഹിദും വലാ എൻജാഉൽ മഖ്സൂർ. അപ്പോൾ ഈ കസറിൻ്റെ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു ഇത് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് സെൻറ്റൻസ് ഭയങ്കര ഷോർട്ടാക്കാനാണ്. അതായത് ഇപ്പോൾ ലാ എൻജോ ഇല്ല മുജ്തഹിദ് എന്ന് പറഞ്ഞാൽ എന്തായി അതവിടെ എല്ലാം കഴിഞ്ഞ്. അപ്പോൾ മുജ്തഹിദ് മാത്രമാണ് ജയിച്ചെന്നുള്ളത് പറഞ്ഞ്. ഇനിയിപ്പോൾ ഇങ്ങനെ പറയാതെ നമ്മൾ പറയുകയാണെങ്കിൽ എങ്ങനെ പറയേണ്ടി അറിയോ, എൻജോൽ മുജ്തഹിദ് വിജയിച്ചു, വല എൻജോൽ മുക്കസ്സിർ അതായത് വീഴ്ച വരുത്തിയോൻ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉള്ളവൻ എന്തായിട്ടില്ല, അങ്ങനെ പണിയെടുക്കാത്തവന് ജയിച്ചിട്ടില്ല എന്ന് പറയില്ലേ. അപ്പോൾ ഇവിടെ എന്തായി ഈ രണ്ട് ജുംലനെ നമ്മൾ ഒറ്റ ഒന്നാക്കിയാണ് പറഞ്ഞില്ല, ലാ എൻജോ ഇല്ല മുജ്തഹിദ് എന്ന് പറഞ്ഞ്. അപ്പോൾ അതിനാണ് നമ്മളെന്താ ഉപയോഗിക്കുന്നത്. പിന്നെ കദാലിക കസ്റിനാവും പിന്നെ തൗക്കീദിൻ്റെ ഒരു ഇതിൽ പെട്ടതും കൂടിയാണ് ഇത് കസർ. നമ്മൾ മുന്നേ പറഞ്ഞതാണ് മീൻ കസർ ഷെയ്ൻ അല ഷെയ്ൻ ആഖർ. ഒരു വസ്തുവിന് എന്താ മറ്റൊരു വസ്തുവിൻ്റെ മേലിൽ കസർ ചെയ്യണേ. നമുക്ക് കസറിന് പിന്നെ ഒരുപാട് വഴികളുണ്ട് നമ്മൾ പറഞ്ഞൊക്കെ മേലെ പറഞ്ഞ്. പിന്നെ ഓക്കെ ഇത്ര തന്നെ ഉള്ളൂ ഈ പാഠത്തിൽ.